നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അതിൽ തന്നെ നമ്മൾ എക്സർസൈസ് പറഞ്ഞു, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്സ് പറഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ നമുക്കൊരു കൗൺസിലിംഗ് എടുക്കാവുന്നതാണ്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് കൗൺസിലിംഗ് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ പലതരത്തിലുണ്ട്. പല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മെഡിറ്റേഷൻസും പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലൊന്നെന്ന് പറയുന്നത് നമ്മൾ മന്ത്ര ചാൻഡിങ് മെഡിറ്റേഷനാണ്. മന്ത്ര ചാൻഡിങ് മെഡിറ്റേഷനിൽ നമ്മൾ ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മന്ത്രം നമ്മളിങ്ങനെ മനസ്സിൽ ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് മുഴുകി നമ്മൾ ഡിവൈൻ ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് മന്ത്ര ചാൻഡിങ് മെഡിറ്റേഷൻ. വേറെ ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഭംഗിയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ അതിനെ സ്ഥലത്ത് പോകുന്നതായി സങ്കല്പിക്കുകയും അതിലുള്ള കാര്യങ്ങൾ നമ്മൾ സങ്കല്പിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് അതിൽ കൂടെ ഹാപ്പിനെസ് കൊണ്ടുവരുന്നതാണ് വേറൊരു തരത്തിലുള്ള ഒരു മെഡിറ്റേഷൻ. മറ്റൊരു തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൂമെൻറ്റ്സുകൾ നമ്മളെ മനസ്സിൽ ഓർത്തതിന് ശേഷം ആ ഹാപ്പിനെസ് നമ്മൾ ഫീൽ ചെയ്ത് അങ്ങനെ നമ്മുടെ മനസ്സിനെ ഒരു ആനന്ദത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഹാപ്പിനെസ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു മെഡിറ്റേഷനുണ്ട്. അതേപോലെ തന്നെ വേറെ ഒരു മെഡിറ്റേഷനാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക, പ്രപഞ്ചത്തിനെ ബ്ലെസ് ചെയ്യുക. അങ്ങനെയും നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ ചില പ്രോട്ടോകോൾസ്, ചില അഡ്വൈസസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരിക്കും. പക്ഷേ ഈ മന്ത്ര ചാൻഡിങ് മെഡിറ്റേഷൻ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നമുക്ക് അത്യാവശ്യം മൈൽഡ് എക്സർസൈസുകളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ശരീരമൊക്കെ വൃത്തിയാക്കി നമ്മൾ കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുന്നതിന് ശേഷം നമ്മുടെ മനസ്സിൽ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഓം നമഃ ശിവായോ അല്ലെങ്കിൽ അമ്മേ നാരായണയോ അല്ലെങ്കിൽ നമുക്ക് ഏത് ഒരു റിലീജിയസ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മന്ത്രങ്ങൾ നമ്മളെ മനസ്സിൽ ഉരുവിട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മനസ്സിലേക്ക് പലതരത്തിലുള്ള ചിന്തകളും കാര്യങ്ങളും എല്ലാം വരും. അതിലേക്കൊക്കെ നമ്മൾ പോവുക. അതിനുശേഷം നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ അറിയാതെ തന്നെ ഷിഫ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ആ ഒരു ചില തോട്ട് പ്രോസസ്സുകളൊക്കെ വരും. അതിനുശേഷം നമ്മളൊരു ഡിവൈൻ കണക്ഷൻ നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്കില്ലല്ല. ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്താണ് നമുക്ക് അതിൻ്റെ ഒരു തലങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ തന്നെ തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഈ മെഡിറ്റേഷൻ്റെ പ്രധാന ഉദ്ദേശം